ആ രീതിയിൽ എല്ലാം കൊണ്ടും പുതിയതും പഴയതും കൊണ്ടൊന്ന് ചേർത്തുരമി, ഞാൻ പറഞ്ഞില്ലേ, വിഭവസമൃദ്ധമായി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു 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 വിരുന്നാണ് ലോക എന്ന സിനിമ. പ്രിയ പ്രേക്ഷകരെ, ഇനി ഞാൻ പ്രേക്ഷകരുടെ അടുത്ത് താഴ്ന്നു വരികയാണ്. ഇത്രയും നേരം ആ ഒരു നിലയ്ക്ക് സംബന്ധിച്ചു പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് പറ്റുന്നുവെങ്കിൽ നിങ്ങൾ ഈ ഓണ സമയത്ത് ഈ ലോക എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ചായിട്ട് കാണണം. പക്ഷെ മസ്റ്റ് വാച്ചായിട്ട് കാണണം എന്തെന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 90% മനുഷ്യരും മതത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ജീവിക്കുന്നതെന്നാണ് എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ സർവേറിൽ ഞാൻ ഇന്ത്യയിൽ കാണുന്നത്. മറ്റ് സ്ഥലങ്ങളെ കുറിച്ചൊന്നും ഞാൻ തൽക്കാലം ഇനി അങ്ങോട്ട് പറയുന്നില്ല, ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ സിനിമ ഒരു ഓൾഡും ന്യൂവും തമ്മിൽ കൈകോർത്ത് വന്നാൽ ഒരു ബെസ്റ്റർ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അതെങ്ങനെ കൈകോർക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അത് മനസ്സിലാകും. അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ചിത്രമാണ് ലോക. കഴിവിന്റെ പരമാവധി എല്ലാവരും തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ച്. വെറും വാച്ച് അല്ല, മസ്റ്റ് വാച്ച് എന്നാണ് പറയണത്. അത് കുട്ടികൾ മുതൽ എല്ലാവരും തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ച്. ഇങ്ങനെയുള്ളവർക്ക് ഒന്നിലൊരു വിശ്വാസമൊന്നുമില്ല, പ്രകൃതിയിൽ ജനിച്ചു, പ്രകൃതിയിൽ ജീവിക്കുന്നു, പ്രകൃതിയാൽ മരിക്കുമെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ പാക്ക വേസ്റ്റ് എന്ന് പറയും. കാരണം അവിടെ മിത്തോളജിയോട്ട് നിങ്ങൾക്ക് താല്പര്യമേ ഇല്ല. ഒന്ന്. രണ്ടാമത്, പിന്നെ ഈ പടം വേറൊരു വിഷയമായിട്ട് സയൻസോട്ട് ഇത്തിരി ക്രോഡീകരിക്കുന്നുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. പക്ഷെ ഒരു വിശ്വാസി അല്ലാത്ത ഒരാൾക്ക് ആ മിത്തോളജി കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ വിശ്വാസം കാണിക്കുമ്പോൾ അയാൾക്ക് അത് അവിടെ ഒരു ഫീലല്ല. അല്ല, സയൻസ് കാണിക്കുമ്പോൾ ഇറ്റ്സ് റിയൽ. സയൻസ് കാണിച്ചാൽ അത് റിയൽ. മറ്റത് വെറും സാങ്കല്പികം മാത്രം. അയാൾക്കത് ഫീൽ ചെയ്യില്ല, അയാൾ റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യും. അത് എത്ര പേരെ നമ്മുടെ നാട്ടിലുള്ള 2%, നോ 1%. അത്രയൊക്കെ ഉള്ളു ഇപ്പോഴും. 2020-25 ഇന്ത്യയിൽ 150 കോടി ജനങ്ങളുണ്ട്. 150 കോടി ജനത്തിന്റെ 1% ഉള്ളൂ. 1% ഇല്ല എന്ന് പറയേണ്ടി വരും. ഇങ്ങനെ ബാക്കി എല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണയാണ്. ഞാൻ ഈ പറഞ്ഞത് ബാക്കി എല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണ. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ തിയേറ്ററിൽ പോ, കാണ്, അർമാദിക്കൂ, ഓണം സെലിബ്രേറ്റ് ചെയ്യൂ. മലയാളി ഓണം സെലിബ്രേറ്റ് ചെയ്യൂ. മലയാളി അടുത്ത് പറയട്ടെ, നിങ്ങൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ ഈ സിനിമ കാണിക്കൂ. നമ്മളെ ഇൻഡസ്ട്രി വളരട്ടെന്നേ. ഈ ഇൻഡസ്ട്രി മാറിയിരിക്കുന്നു. ഇനി സിനിമയിലേക്ക് വരാം. ഞാൻ